Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ITBP കോൺസ്റ്റബിൾ പൈനിയർ പോസ്റ്റിലേക്ക് വന്ന നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഏജ് ലിമിറ്റ് എത്രയാണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, പൈനിയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്, വേക്കൻസി എത്രയാണ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. 10ാം ക്ലാസ് പാസ്സായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അന ഡിഫൻസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. SSC GD 2025 ഓൺലൈൻ ക്ലാസ്സുകൾ ആഗസ്റ്റ് 30 മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിന് ശേഷമുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അതേ ദിവസം തന്നെ ലഭിക്കുന്നതായിരിക്കും. വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. 100+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മെഡിക്കൽ അവയർനെസ്സും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്, ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. കേരളത്തിൽ തന്നെ അന ഡിഫൻസ് അക്കാഡമി മാത്രമാണ് റിട്ടൺ ക്ലാസ്സിനോടൊപ്പം തന്നെ ഫിസിക്കൽ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ മെഡിക്കൽ അവയർനെസ്സും ഡയറ്റ് പ്ലാനും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത് ആഗസ്റ്റ് 21 പക്ഷേ നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആഗസ്റ്റ് 30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇതോടൊപ്പം കുട്ടികളെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പ്രാക്ടീസ് സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSC GD ആണെങ്കിലും RPF ആണെങ്കിലും ആ പ്രാക്ടീസ് സെറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ info@andon എന്നൊരു ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏത് ഡിഫൻസ് ജോബിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമി എന്ന ഫിസിക്കൽ ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഡിഫൻസ് ജോബ് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ലിങ്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും, എല്ലാ ദിവസവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും, പ്രാക്ടീസ് സെറ്റിൻ്റെ PDF ലഭിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ info@andon എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി വരാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് RPF ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ഹാഫ് ക്ലാസ് ആണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ബാക്കി ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അറൗണ്ട് 50 to 70% ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ബാലൻസ് ഉള്ള ക്ലാസ്സുകൾ ലൈവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫീസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ആൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. RPF ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 6 ദിവസം ക്ലാസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, PVQ ഉണ്ട്, DPP ഉണ്ട്, പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും, ഡയറ്റ് പ്ലാൻ, പിന്നെ മെഡിക്കൽ അവയർനെസ്. അതോടൊപ്പം തന്നെ ടോട്ടൽ ഫീസ് 2500 രൂപയാണ്. ഈ ഒരു ഫീസിലാണ് എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്നത്. കേരളത്തിലെ മറ്റേത് അക്കാഡമിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എത്രയാണ് ഫീസ്, അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഏത് ഡിഫൻസ് എക്സാം ആണോ നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഒരു അക്കാഡമിയിൽ. ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കാം. നിങ്ങളിവിടെ കാണുന്നത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ITBP കോൺസ്റ്റബിൾ പൈനിയർ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് ടെമ്പററി ബേസിസിലാണ്. പക്ഷേ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പെർമനന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലെവൽ 3 പേ സ്കെയിൽ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെന്ന്. കാർപ്പൻറ്റർ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ടോട്ടൽ വേക്കൻസിയും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഓരോ ട്രേഡിൻ്റെയും. ഇതിൻ്റെ ഒഫീഷ്യൽ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ അവിടെ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലംബർ പോസ്റ്റിലേക്കാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വേക്കൻസിയും ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽസും. നെക്സ്റ്റ് ട്രേഡാണ് മാസൂൺ ട്രേഡാണ്. ഇത് നമ്മുടെ മേസ്ത്രി എന്ന് പറയുന്ന ട്രേഡാണിത്. ഇവിടെയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് പോസ്റ്റ് ആണ് ഇലക്ട്രീഷ്യൻ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഉണ്ട്. വേക്കൻസി നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്കും. പിന്നെ നോട്ടെന്നും പറഞ്ഞിട്ട് ആൾറെഡി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട്, വേക്കൻസി ഇത് ഇൻക്രീസ് ആകാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഡിക്രീസ് ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിക്രീസ് ഒരിക്കലും ആവത്തില്ല, ആവുന്നുണ്ടെങ്കിൽ ഇൻക്രീസേ ആവത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മുഖേന അറിയാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ കുട്ടികളെ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, വേക്കൻസിയും പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ITI കോഴ്സ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡുമായിട്ടുള്ള എന്താണ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി
കട്ട് ഓഫ് ഡേറ്റ് ഫോർ ഏജ് ആൻഡ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡേറ്റിനിടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 11 സെപ്റ്റംബർ 2001 10 സെപ്റ്റംബർ 2006 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഡേറ്റിന് ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിന്റെ ആപ്ലിക്കേഷന്റെ, അതായത് ഈ ഒരു ഫോം ഫില്ലിംഗ് ഡേറ്റ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് 12/8 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിങ്ങൾക്ക് അടുത്ത മാസം 10-ാം തീയതി വരെ ഉണ്ട്. അതായത് സെപ്റ്റംബർ 10 വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയക്ക് അത് പെടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.